ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്തൊരുങ്ങിയിരിക്കുന്നു. ആവശ്യങ്ങൾ ഏതുമാകട്ടെ, ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട. എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം, അതും മിതമായ നിരക്കിൽ. ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം. ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു. ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും അനുഭവിച്ചറിയൂ. ഡെയിലി ടേബിൾ, മേപ്പാടം, ചേലക്കര. ചേലക്കര ജീവോദയ ആശുപത്രിയിലെ ആംബുലൻസ് അമിത വാടക വാങ്ങിയെന്ന പരാതി. ചേലക്കരയിൽ നിന്നും തൃശൂർ ദയ ആശുപത്രിയിലേക്ക് രോഗിയെ കൊണ്ടുപോയ ആംബുലൻസിന്റെ ഡ്രൈവർ വാടക ഇനത്തിൽ വാങ്ങിയത് 2700 രൂപ. ഏകദേശം 31 കിലോമീറ്റർ മാത്രം വരുന്ന ദൂരത്തിന് സാധാരണഗതിയിൽ 1200 മുതൽ 1500 വരെ വാടക ഈടാക്കുന്ന സ്ഥാനത്താണ് 2700 രൂപ രോഗിയിൽ നിന്നും വാങ്ങി ചേലക്കര ജീവോദയ ആശുപത്രിയിലെ ആംബുലൻസ് കൊടും കൊള്ള നടത്തിയിരിക്കുന്നത്. അമിത വാടക വാങ്ങി എന്ന സംഭവത്തിൽ മുൻപും ജീവോദയ ആശുപത്രിയിലെ ആംബുലൻസിനെതിരെ നിരവധി പരാതി ഉയർന്നിട്ടുണ്ട്. രോഗിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നൽകിയ ക്യാഷ് ബില്ലിലും വാഹനത്തിന്റെ നമ്പർ അടക്കം ഉൾപ്പെടുത്താതെ മതിയായ വിവരങ്ങൾ ഇല്ല എന്നുള്ളതും കാണാം. ഒരു ഉച്ചയോടുകൂടെ 12 മണിക്ക് ഞങ്ങൾ വെങ്ങാലൂർ ഓഫീസിൽ വർക്കുന്ന ഒരു ലേഡിക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടലായിട്ട് ഞങ്ങൾ ജീവോദയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനിടയായി. അവിടെ ചെന്ന് ഡോക്ടർ പരിശോധിച്ചു. അവിടെ പരിശോധിച്ചതിന് ശേഷം അവരെ ദയ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു അവരോട് അവരുടെ കാറിൽ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല, അത് ലേശം സീരിയസ് ആണ്, അതുകൊണ്ട് ആംബുലൻസിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആംബുലൻസിൽ ഇവിടെ നിന്ന് ഞാനും വേറൊരു സ്റ്റാഫും കൂടെ ഞങ്ങൾ ഈ സ്റ്റാഫിനെ കൊണ്ട് ദയയിലെത്തി. ദയ ചെന്നതിന് ശേഷം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ആംബുലൻസിൻ്റെ ഡ്രൈവർ എന്നോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് വാടക വേണം, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങളുടെ വാടക എത്രയാണ്? അപ്പോൾ എന്നോട് പറഞ്ഞു 2700 രൂപയാണ് ഞങ്ങളുടെ വാടക വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇത്രയൊക്കെ വാടക വരുന്നുണ്ടോ? വരുന്നുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ അന്നേരം ആ സീരിയസ് ആയ പെൺകുട്ടി അവിടെ കിടക്കുന്നുണ്ട്, ICUവിൽ കിടക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് ഞാൻ ആ ക്യാഷ് കൊടുക്കുകയും അതിനകത്ത് പോയി ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ അത്ര വലിയ സീരിയസ് ഒന്നുമല്ല, കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് ഡോക്ടർ പറയുവാനും ഇടയായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആംബുലൻസിലെ ഡ്രൈവറിനോട് പറഞ്ഞു, ഞങ്ങളും തിരികെ വരുന്നുണ്ട്, ഞാനും മറ്റേ സ്റ്റാഫും കൂടെ തിരികെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ തിരികെ ഇവിടെ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ഒരു ബില്ല് ചോദിക്കാനിടയായി. ആ ബില്ല് അദ്ദേഹം എഴുതിയത് 1700 രൂപയാണ്. എന്നിൽ നിന്ന് മേടിച്ച് 2700. ഞാൻ അന്നേരം അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ 1700 അല്ലല്ലോ, നിങ്ങൾ എന്നിൽ നിന്ന് 2700 അല്ലേ മേടിച്ചത്? അപ്പോൾ അദ്ദേഹം അടുത്ത് നിൽക്കുന്ന അറ്റൻഡറുടെ അടുത്ത് ഈ സീല്, ഹോസ്പിറ്റലിൻ്റെ അല്ല ഇവരുടെ സീലും ഈ ബില്ലിൻ്റെ ഇതും കൂടെ കൊടുത്തിട്ട് ഇതൊന്ന് എഴുതിയിട്ട് അവർക്ക് സീൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞ് 1700-ന് 2700 ആക്കി എനിക്ക് തരുവാനിടയായി. ഇത് വളരെയധികം കൊള്ളയല്ലേ? കാരണം ഞാനിത് പുറമെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും അവിടെ നിന്ന് തൃശ്ശൂർ ദയയിലേക്ക് പോകുന്ന 1000 രൂപ തൊട്ടിട്ട് 1500 രൂപ വരെയാണ് മേടിക്കുന്നത്. അത് മേടിക്കുന്ന പാവപ്പെട്ട ആൾക്കാരിൽ നിന്നും എങ്ങനെയാണോ മേടിക്കേണ്ടത് ആ ലെവലിലേക്കാണ് എല്ലാവരും മേടിക്കുന്നുള്ളൂ. പക്ഷേ ജീവോദയയിൽ ഈ ക്യാഷ് മേടിച്ചത് വളരെയധികം കൊള്ളയായിട്ടാണ് എനിക്കത് മനസ്സിലായത്. ഇത് ഇനി ഉണ്ടാവാൻ പാടില്ല. പാവപ്പെട്ടവർ പോകുന്ന ഹോസ്പിറ്റലിൽ ഇങ്ങനെ കൊള്ളയടിക്കരുത്, ഒരിക്കലും കൊള്ളയടിക്കരുത്.